Hi, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Kerala school girls save woman who collapsed on road. കേരള സ്കൂൾ ഗേൾസ് കേരളത്തിൽ സ്കൂൾ പെൺകുട്ടികൾ സേവ് രക്ഷപ്പെടുത്തുന്നു വുമൺ ഒരു സ്ത്രീയെ ഹൂ കൊളാപ്സ്ഡ് ഓൺ റോഡ്. കൊളാപ്സ്ഡ് എന്നാൽ വീണ എന്നുള്ള അർത്ഥമാണ്. ഹൂ എന്നാൽ ആ സ്ത്രീയെ പറ്റി പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. രക്ഷപ്പെടുത്തി എന്നാണ് അർത്ഥം. അപ്പോൾ സേവ്ഡ് രക്ഷപ്പെടുത്തി. കേരള സ്കൂൾ ഗേൾസ് സേവ്ഡ് വുമൺ ഹൂ കൊളാപ്സ്ഡ് ഓൺ റോഡ്. കേരളത്തിൽ സ്കൂൾ പെൺകുട്ടികൾ റോഡിൽ വീണ സ്ത്രീയെ രക്ഷപ്പെടുത്തി രക്ഷിച്ചു. ഇതാണ് അർത്ഥം. റിസീവ് വൈഡ് സ്പ്രെഡ് അപ്ലോസ്. അപ്ലോസ് എന്നാൽ അനുമോദനം, പ്രശംസ, ഇതൊക്കെയാണ് അർത്ഥം. റിസീവ് ലഭിക്കുന്നു, ഈ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നു. വൈഡ് സ്പ്രെഡ് അപ്ലോസ്. വൈഡ് സ്പ്രെഡ് എന്നാൽ ദൂരവ്യാപകമായ, വ്യാപകമായിട്ടുള്ള, പരക്കെയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. പരക്കെയുള്ള അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഈ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നു. ഈ പെൺകുട്ടികൾ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി, റോഡിൽ വീണ സ്ത്രീയെ രക്ഷപ്പെടുത്തി. അതിന് ആ പെൺകുട്ടികൾക്ക് വ്യാപകമായിട്ടുള്ള അനുമോദനങ്ങൾ ലഭിക്കുന്നു. ഇതാണ് തലക്കെട്ട്. എ ഹാർട്ട് വാമിംഗ് വീഡിയോ. ഹാർട്ട് വാമിംഗ് എന്നാൽ ഹൃദയാവർജകമായ എന്നാണ് അർത്ഥം. ഒരു ഹൃദയാവർജകമായ വീഡിയോ ഓഫ് 3 6th grade സ്റ്റുഡൻസ്. ഇതാണ് ആ വീഡിയോ. 3 6th ഗ്രേഡിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ഹെൽപ്പിംഗ് സഹായിക്കുന്നു, എ വുമൺ ഒരു സ്ത്രീയെ സഹായിക്കുന്നു, ഹൂ കൊളാപ്സ്ഡ് ഓൺ ദ റോഡ് റോഡിൽ വീണ സ്ത്രീയെ 3 6th ഗ്രേഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിക്കുന്നു. ഇൻ കേരളാസ് മാഹി, ഈ കേരളത്തിലുള്ള മാഹി എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ഹാസ് റിസീവ്ഡ് അതിന് ലഭിച്ചു. വൈഡ് സ്പ്രെഡ് അപ്ലോസ് വ്യാപകമായിട്ടുള്ള അപ്ലോസ് അനുമോദനം, വ്യാപകമായിട്ടുള്ള അനുമോദനങ്ങൾ ആ പെൺകുട്ടികൾക്ക് ലഭിച്ചു. ഈ ഹൃദയാവർജകമായിട്ടുള്ള ഈ വീഡിയോക്ക് പരക്കെയുള്ള വ്യാപകമായിട്ടുള്ള അനുമോദനങ്ങൾ ലഭിച്ചു. ദി ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്. ഈ സംഭവം സംഭവിച്ചത് ഓൺ ദി ഈവനിങ് ഓഫ് December 4 ഇൻ കണ്ണൂർ ചൊക്ലി ടൗൺ. ഡിസംബർ 4 കണ്ണൂരിലുള്ള ചൊക്ലി എന്നു പേരുള്ള ഈ പട്ടണത്തിലാണ് ഈ സംഭവം സംഭവിച്ചത്. വൈകുന്നേരം, ഡിസംബർ 4 വൈകുന്നേരമാണ് സംഭവം. അതിനെ തുടർന്ന് ആഫ്റ്റർ ഹെർ സോഡിയം ലെവൽസ് ഡ്രോപ്ഡ്. ഹെർ എന്നാൽ അവളുടെ, ആ സ്ത്രീയുടെ സോഡിയം ലെവൽ കുറയുന്നു. അതിനെ തുടർന്ന് ദ വുമൺ അബ്രപ്റ്റ്ലി എന്നാൽ അർത്ഥം പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. ദ വുമൺ അബ്രപ്റ്റ്ലി ഫെയിൻറ്റ് എന്നാൽ ബോധം നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ആ സ്ത്രീയുടെ സോഡിയം ലെവൽ കുറയുന്നു. അതിനെ തുടർന്ന് പെട്ടെന്ന് ആ സ്ത്രീയുടെ ബോധം നഷ്ടമാകുന്നു. ആൻഡ് ഫെൽ ടു ദ ഗ്രൗണ്ട് അങ്ങനെ ആ സ്ത്രീ തറയിലേക്ക് വീണു. ഫെൽ എന്നാൽ വീണു. വൈൽ ബോർഡിങ് എൻ ഓട്ടോറിക്ഷ. ബോർഡിങ് എന്നാൽ ഇവിടെ വാഹനത്തിലേക്ക് കയറുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു ഓട്ടോയിലേക്ക് കയറുകയായിരുന്നു. അതിനിടയിലാണ് ഈ സ്ത്രീയുടെ സോഡിയം ലെവൽ കുറഞ്ഞു. അതിനെ തുടർന്ന് ഈ സ്ത്രീ ബോധം കെട്ട് വീണു. ദ ക്യുക്ക് ഇൻ്റർവെൻഷൻ എന്നാൽ അർത്ഥം ഇടപെടൽ എന്നാണ് അർത്ഥം. ക്യുക്ക് എന്നാൽ പെട്ടെന്നുള്ള ഇടപെടൽ ഓഫ് ആയിഷ അലോന, ഖദീജ കുബ്ര ആൻഡ് നഫീസത്തുൽ മിസ്രിയ. ഈ പേരുകളുള്ള ഈ 3 പെൺകുട്ടികളുടെ പെട്ടെന്നുള്ള ഇടപെടൽ. സ്റ്റുഡൻസ് ഓഫ് VP ഓറിയൻ്റൽ സ്കൂൾ. VP ഓറിയൻ്റൽ എന്നാണ് സ്കൂളിൻ്റെ പേര്. ആ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഈ 3 പെൺകുട്ടികളുടെ പെട്ടെന്നുള്ള ഇടപെടൽ ഹെൽപ്ഡ് സഹായിച്ചു. ബ്രിങ് ഹെർ ബാക്ക് ടു കോൺഷ്യസ്നെസ് എന്നാൽ സുബോധം എന്നുള്ള അർത്ഥമാണ്. ബ്രിങ് ഹെർ ബാക്ക് എന്നാൽ അവളെ തിരിച്ച് കൊണ്ടുവരിക. ആ സ്ത്രീയെ ബോധമുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചു ആ കുട്ടികളുടെ പെട്ടെന്നുള്ള ഇടപെടൽ. ദ ഗേൾസ് പെൺകുട്ടികൾ വേർ റിട്ടേണിങ് ആ പെൺകുട്ടികൾ തിരിച്ചു വരികയായിരുന്നു ഫ്രം ദെയർ ഫിസിക്കൽ ട്രെയിനിങ് സെഷൻ
ഫിസിക്കൽ ട്രെയിനിങ് എന്നാൽ കായികമായിട്ടുള്ള അഭ്യാസങ്ങൾ, കരാട്ടെ, ഇതൊക്കെയാണ്. അത്തരത്തിലുള്ള എന്തോ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് സെഷന് ശേഷം ആ പെൺകുട്ടികൾ തിരിച്ചു വരികയായിരുന്നു സ്കൂളിലായിരുന്നു ആ ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും തിരിച്ച് വരികയായിരുന്നു. ആ സമയത്ത് അവർ കണ്ടു ദ വുമൺ കൊളാപ്സ് ഓൺ ദ റോഡ്. ആ സ്ത്രീ റോഡിൽ വീണ് കിടക്കുന്നതായിട്ട് അവർ കണ്ടു. അവർ തിരിച്ചു വരുന്ന സമയത്ത് ആ സ്ത്രീ റോഡിൽ വീണു കിടക്കുന്നതായിട്ട് അവർ കണ്ടു. ദ ട്രിയോ എന്നാൽ അർത്ഥം മൂവർ സംഘം എന്നുള്ള അർത്ഥമാണ്, 3 പേർ. ദ ട്രിയോ റെസ്റ്റ് ടു ഹെർ സൈഡ്. ഈ 3 അംഗ സംഘം റെസ്റ്റ് ടു ഹെർ സൈഡ്, ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. റെസ്റ്റ് എന്നാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. ആൻഡ് അഡ്മിനിസ്റ്റേർഡ് എന്നാൽ ഇവിടെ നൽകുക, നിർവഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അഡ്മിനിസ്റ്റേർഡ് ഫസ്റ്റ് എയ്ഡ് എന്നാൽ ആദ്യത്തെ സഹായം, ചികിത്സ എന്താണോ അത് നിർവഹിച്ചു. എന്തൊക്കെയാണ് ആ ചികിത്സ? വാമിങ് ഹെർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. വാമിങ് ചൂടുപിടിപ്പിക്കുന്നു. ഹെർ ഹാൻഡ്സ് അവളുടെ കൈകൾ, ആൻഡ് ലെഗ്സ് കാലുകളും. ആ സ്ത്രീയുടെ കാലുകളും കൈകളും ചൂടുപിടിപ്പിക്കുന്നു. ആൻഡ് ഗിവിങ് ഹെർ അവൾക്ക് നൽകുന്നു, ആ സ്ത്രീക്ക് നൽകുന്നു. വാട്ടർ വെള്ളം നൽകുന്നു. അൻറ്റിൽ ഷീ റീഗെയിൻഡ് കോൺഷ്യസ്നെസ്. അൻറ്റിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥമാണ്. അൻറ്റിൽ ഷീ റീഗെയിൻഡ് കോൺഷ്യസ്നെസ്, ആ സ്ത്രീക്ക് സ്വബോധം തിരിച്ചു ലഭിക്കുന്നതുവരെ അവർ ഇത് ചെയ്യുന്നു. ആ സ്ത്രീയുടെ കാലുകളും കൈകളും ചൂടുപിടിപ്പിക്കുന്നു. ആ സ്ത്രീക്ക് വെള്ളം നൽകുന്നു. ദെയർ ക്വിക്ക് ഇൻ്റർവെൻഷൻ അവരുടെ പെട്ടെന്നുള്ള ഇടപെടൽ സേവ്ഡ് രക്ഷപ്പെടുത്തി. ദ വുമൺ ആ സ്ത്രീയെ അവരുടെ പെട്ടെന്നുള്ള ഇടപെടൽ രക്ഷപ്പെടുത്തി. എ റെസിഡൻസ് ഓഫ് കുഞ്ഞിപ്പുറമുക്ക് എന്നു പേരുള്ള ഈ സ്ഥലത്ത് നിന്നുള്ള സ്ത്രീയാണ്. റെസിഡൻ്റ് എന്ന നിവാസി, അവിടെയുള്ള ഒരു നിവാസിയാണ് ഈ സ്ത്രീ. ആൻഡ് ഷീ വാസ് സൂൺ ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. ആ സ്ത്രീയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ എന്നാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. സൂൺ എന്നാൽ പെട്ടെന്ന്. ഫോർ ഫേർദർ മെഡിക്കൽ കെയർ കൂടുതൽ വൈദ്യചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ദ ഗേൾസ് ക്രെഡിറ്റഡ് ദെയർ നോളജ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ടു എ ലെസൺ ബൈ ദ ടീച്ചർ പി വി ലുബിൻ. ഈ പെൺകുട്ടികൾക്ക് ഈ അറിവ് ലഭിച്ചത് അവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള പി വി ലുബിൻ എന്നാണ് ടീച്ചറുടെ പേര്. ആ ടീച്ചറുടെ അടുക്കൽ നിന്നാണ് അവർ ഈ അറിവ് കരസ്ഥമാക്കിയത്. വി റബ്ഡ് ഞങ്ങൾ തിരുമ്മി. റബ്ബ് എന്നാൽ തിരുമ്മുക. വി റബ്ഡ് ഞങ്ങൾ തിരുമ്മി. ആൻഡ് വാംഡ് ചൂട് പിടിപ്പിച്ചു. ഹെർ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് അവളുടെ കൈകളും അവളുടെ കാലുകളും ഞങ്ങൾ തിരുമ്മി ചൂട് പിടിപ്പിച്ചു. ആൻഡ് ഗേവ് ഹെർ വാട്ടർ അവൾക്ക് വെള്ളം നൽകി. വി ഓൾസോ പ്രസ്ഡ് ഹെർ ചെസ്റ്റ് സെവറൽ ടൈംസ് എന്നാൽ ഒരുപാട് പ്രാവശ്യം. ഞങ്ങൾ അവളുടെ നെഞ്ചിൽ ഒരുപാട് പ്രാവശ്യം അമർത്തുകയും ചെയ്തു. വി ഓൾസോ പ്രസ്ഡ് എന്നാൽ ഞങ്ങൾ അമർത്തുകയും ചെയ്തു. ഹെർ ചെസ്റ്റ് അവളുടെ നെഞ്ചിൽ സെവറൽ ടൈംസ് ഒരുപാട് പ്രാവശ്യം. ഷീ ബിക്കെയിം കോൺഷ്യസ് അവൾക്ക് ബോധം തിരികെ ലഭിച്ചു. അവൾ ബോധമുള്ളവളായി മാറി. ആൻഡ് വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ദ ചിൽഡ്രൻ ടോൾഡ് ദ മീഡിയ കുട്ടികൾ മീഡിയയോട് പറഞ്ഞു. ദെയർ ഇൻഡ്യൂറിങ് റെസ്ക്യൂ എഫേർട്ട്. എൻഡ്യൂറിങ് എന്നാൽ സ്നേഹം ജനിപ്പിക്കുന്ന എന്നാണ് അർത്ഥം. ദെയർ ഇൻഡ്യൂറിങ് റെസ്ക്യൂ എഫേർട്ട് അവരുടെ സ്നേഹം ജനിപ്പിക്കുന്ന രക്ഷിക്കൽ പ്രവർത്തനം ഹാസ് ഏൺഡ് അതിന് ലഭിച്ചു. പ്രൈസ് എന്നാൽ പ്രശംസ. ഫ്രം മെനി ഒരുപാട് ആളുകളുടെ പക്കൽ നിന്നും ഈ കുട്ടികൾക്ക് അവരുടെ ഈ സ്നേഹം ജനിപ്പിക്കുന്ന രക്ഷിക്കൽ പ്രവർത്തനം അതിന് ഒരുപാട് ആളുകളുടെ അടുക്കൽ നിന്നും പ്രശംസ ലഭിച്ചു. അക്രോസ് ദ സ്റ്റേറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആകമാനം ഒരുപാട് ആളുകളുടെ പ്രശംസ അവർക്ക് ഈ പ്രവർത്തനത്തിന് ലഭിച്ചു. ഇൻക്ലൂഡിങ് MLA ആൻഡ് ഫോർമർ ഹെൽത്ത് മിനിസ്റ്റർ. ഫോർമർ എന്നാൽ മുമ്പത്തെ എന്നുള്ള അർത്ഥമാണ്. മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയുടെയും അതുപോലെ MLA യുടെയും ഇവരുടെ അടക്കം പ്രശംസ അവർക്ക് ലഭിച്ചു.
ഹു അവർ മുമ്പ് പറഞ്ഞ ഈ ആളുകൾ അപ്രീഷിയേറ്റഡ് അഭിനന്ദിച്ചു ദ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെ ഇൻ എ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ MLA-യും മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയും അവരെ അഭിനന്ദിച്ചു. ദ സ്റ്റുഡൻസ് ഓഫ് ചൊക്ലി VP ഓറിയൻ്റൽ സ്കൂൾ അപ്ലൈഡ് ദെയർ ഫസ്റ്റ് എയ്ഡ് ലെസൺസ് എഫക്റ്റീവ്ലി. എഫക്റ്റീവ്ലി എന്നാൽ ഫലപ്രദമായി, അപ്ലൈഡ് എന്നാൽ നടപ്പിലാക്കി. ഈ ചൊക്ലിയിലെ ഈ ഓറിയൻ്റൽ സ്കൂളിൽ നിന്നുള്ള ഈ വിദ്യാർത്ഥികൾ അവരുടെ ഈ ഫസ്റ്റ് എയ്ഡ് ലെസൺ ഫലപ്രദമായിട്ട് നടപ്പിലാക്കി.